ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജനപ്രതിനിധികളെയും എക്സൈസ് ഉദ്യോഗസ്ഥൻ അപമാനിച്ചതായി പരാതി. ചൂണ്ടലിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് കുന്നംകുളം റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥനായ ഫൽഗുണനെതിരായാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ ദിവസമാണ് പരാതിക്കാധാരമായ സംഭവമുണ്ടായത്. മാർച്ച് 8 വനിതാ ദിനത്തിൽ ചൂണ്ടൽ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മിനി മാരത്തോണിന്റെ ലോഗോ പ്രകാശനത്തിനും ചടങ്ങിലേക്ക് ഉദ്യോഗസ്ഥരെ ക്ഷണിക്കുന്നതിനുമായാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ് എന്നിവർ എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് എത്തിയത്. എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠനുമായി ജനപ്രതിനിധികൾ സംസാരിക്കുന്നതിനിടെ അസിസ്റ്റന്റ് ഗ്രേഡ് ഇൻസ്പെക്ടറായ ഫൽഗുണൻ അവിടേക്ക് വരികയും സംസാരത്തിനിടയ്ക്ക് കയറുകയും അവരോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നുവെന്ന് പറയുന്നു. ലഹരിക്കെതിരായി സംഘടിപ്പിക്കുന്ന മിനി മാരത്തോണിന്റെ ലോഗോ പ്രകാശനം നിർവഹിക്കുന്നതിനായി പോയപ്പോഴാണ് ഉദ്യോഗസ്ഥൻ ജനപ്രതിനിധികളോട് നിലവിട്ട് പെരുമാറിയത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതയായ പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റ് ജനപ്രതിനിധികളെയും അപമാനിച്ച സംഭവത്തിൽ തദ്ദേശഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും എക്സൈസ് കമ്മീഷണർക്കും പരാതി നൽകിയതായി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണും പാർലമെന്ററി പാർട്ടി നേതാവുമായ സച്ചിൻ പ്രകാശ് പറഞ്ഞു. മാർച്ച് 8 പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മിനി മാരത്തോണിന്റെ ലോഗോ പ്രകാശന കർമ്മം നിർവഹിക്കാനും അതുപോലെ തന്നെ അവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാനും വേണ്ടി പോയി. പക്ഷെ തീർത്തും ജനപ്രതിനിധികളെ അപമാനിക്കുന്ന തരത്തിലാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയത്. അതിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ ഓഫീസറായിട്ടുള്ള ഫൽഗുണൻ എന്ന് പറയുന്ന ഓഫീസർ ജനപ്രതിനിധികളെ അപമാനിക്കുന്നതായിട്ട് പെരുമാറുകയും അതുപോലെ തന്നെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് പെരുമാറിയത്. ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വകുപ്പ് തല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് തലത്തിൽ ഇതിന്റെ കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരെക്കുറിച്ച് വിവിധ പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. ലഹരി വിൽപ്പന സംഘങ്ങൾ മേഖലയിൽ വിലസുമ്പോഴും യാതൊരു നടപടികളും സ്വീകരിക്കാതെ ഇരുട്ടിൽ തപ്പുന്ന സമീപനമാണ് എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നും ആരോപണമുണ്ട്.